ജോമി സാറിനെ പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത് ഇങ്ങനൊരു ബോട്ടണി സാറുണ്ടെന്നറിയാം. പക്ഷേ സാർ ഇത്ര ടാക്സോണമിയിൽ ഒരു എക്സ്പെർട്ടായിപ്പോയി. അതുപോലെ തന്നെ ഈ യാത്രയിൽ തന്നെ സാറിൻ്റെ ഓരോ യാത്രകളെ പറ്റിയുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴും ഇത്രയും വലിയ ഒരു നമ്മൾ സാധാരണ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറെ പറ്റി അവർക്കുള്ള ഒരു എന്തൊക്കെയാണ് അവിടെ ചെയ്യുക എന്നുള്ളത് നമ്മൾക്കൊരു ഊഹമുണ്ട്. അതിലെല്ലാം ഉപരിയായി ഈ ജോമി സാറിൻ്റെ ആ വിജ്ഞാന മേഖലയെ എങ്ങനെയാണ് സ്വന്തം സ്റ്റുഡൻസിനും അതുപോലെ ബോട്ടണി എന്നുള്ള ആ ശാസ്ത്ര മേഖലയ്ക്കും അതിലുപരി സമൂഹത്തിനും എന്തെല്ലാം രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് സാറിനെ ഓരോ ദിവസവും ഒരു അല്പസമയം ഓരോ കണ്ടപ്പോഴെല്ലാം അല്പസമയം സാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് തന്നെ അത്ഭുതകരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം സാറിൻ്റെയും കൂടെ ഞങ്ങൾ നാണം കേട്ടിട്ടാണ്, ചോദിക്കാനൊക്കെ മടിയാണ്, വീണ്ടും ഞങ്ങൾ അല്പം നാളത്തോടു കൂടിയാണെങ്കിലും സാറിനോട് വീണ്ടും ചോദിച്ച്, സാറേ ഒന്നുകൂടെ നമുക്ക് വേറൊരു സ്ഥലത്തൂടെ ഒന്ന് പോയാലോ, കുറച്ച് ട്രീറ്റ്മെൻറ്റും സംഗതിയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം സാറ് സന്തോഷത്തോടെ സമ്മതിച്ച് ഞങ്ങൾ അവിടെ പോയി. അവിടെ പോകുന്ന വഴിക്കും ഞങ്ങൾ വീണ്ടും ധാരാളം സംഗതികൾ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പോകുന്ന വഴിക്ക് സാറിൻ്റെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ ചെടിയും കാണുമ്പോൾ സാറ് പറയും ഇത് ഇന്നതാണ്, ഇതിന് ഇന്നതിന് ഉപയോഗങ്ങളുണ്ട്. അതുപോലെ നമ്മൾ കൂടുതൽ പഠിക്കുകയാണ് പ്രകൃതിയെ പറ്റി. ഓരോ പ്രാവശ്യം പോയിച്ച് തിരിച്ചു വരുമ്പോഴും സാറിൻ്റെ വീട്ടിൽ കൂടെ കയറിയിട്ടാണ് പോരുന്നത്. സാറിനെ അവിടെ ഡ്രോപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ സാറിൻ്റെ വൈഫും മക്കളും ഒക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെയും കുറേ ഫാൻസ് ഉണ്ട്, അതും ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോരും. അത് സാറ് നല്ല മനസ്സോടുകൂടി തന്നെ അതെല്ലാം ഞങ്ങൾക്ക് തരും. അപ്പോൾ സാറ് പറയും ഇവിടെ വരുന്നവരെല്ലാം എല്ലാം കൊണ്ടുപോകും, ഞാനും വീണ്ടും വെക്കും, വീണ്ടും അവർ കൊണ്ടുപോകും, ഞാൻ വീണ്ടും വെക്കും. ഇതാണ് അവിടെ നടക്കുന്ന കാര്യമെന്നുള്ളത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ഈ 2 യാത്ര കൊണ്ടും വേറെ കുറച്ചൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടൊന്നും തികയുന്നില്ല. വീണ്ടും ഞാൻ ഒരു ദിവസം ഒരു വണ്ടി പിടിച്ച് തന്നെ അവിടെ പോയി സാറിനോട് നേരത്തെ പറഞ്ഞിട്ട്, അപ്പോൾ സാർ അവിടെയുള്ള എല്ലാ പേരും ഞങ്ങൾക്ക് തന്നു. അതുകൂടെ ഒരു ദിവസം സാറിനെ വിളിച്ച് സാറും സാറിൻ്റെ മോളെ എലിയമ്മയും കൂടെ ഒരു ദിവസം ഞങ്ങളിവിടെ ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഇവിടെ വന്ന് ആ ഒരു ദിവസവും സാറ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ പോകുന്ന യാത്രകളിലെല്ലാം സാറിങ്ങനെ ഈ മതികെട്ടാഞ്ചോലയിലെയും ഇതുപോലെയുള്ള ഓരോ സംഗതികളിൽ സാറിങ്ങനെ സർവേക്ക് പോയതും പഠിക്കാൻ പോയതുമായ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടൽ തോന്നി. ഇതുപോലെ ഈ കൊടുങ്കാട്ടിൽ രാത്രിയിൽ വെറും പാറപ്പുറത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്, വല്ല വന്യമൃഗങ്ങളോ വല്ല പെരുമ്പാമ്പോ ഒക്കെ വരികയല്ലേ ഈ സാറ് എന്നെ വിചാരിച്ച് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോകുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് ഹെൽപ്പിന് 1-2 പേര് കാണും, ഇതുപോലെ സാറിൻ്റെ സ്റ്റുഡൻസ് കാണും. അപ്പോൾ ഇവർ ഒരു ചാക്കരിയും കുറേ സാധനങ്ങളും അത്യാവശ്യം അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും സാറിനുള്ള ആ അറിവ് അത് കേരളത്തിൽ വേറൊരു ബോട്ടണി ടീച്ചറിനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും ആഗ്രഹിക്കും സാറിൻ്റെ അറിവ് സാറിൻ്റെ ഒരു മക്കളിൽ ഒരാൾക്ക് അതൊന്ന് പകർന്നു കൊടുത്ത് അതൊന്ന് തുടർന്ന് പോകണം എന്ന് സാറിനോടും പറയും, മക്കളോടും പറയും. അപ്പം അത് ഏലിയാമ്മയാണ് ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏലിയാമ്മ അത് തുടരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം സാറിനും സമ്മതിക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാം പഠിപ്പിക്കുന്നവരാണ്. വേദിക്ക് താഴെ ഇരിക്കുന്ന KKO സാറ് എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. നീണ്ട കാലം പാല സെൻറ് തോമസ് കോളേജിൽ ഇപ്പോഴത്തെ അധ്യാപകനാണ്. പിന്നെ എൻ്റെ ശിഷ്യന്മാർ എല്ലാം എൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. ഇൻക്ലൂഡിങ് മൈ വൈഫ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരത്തെയും പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കൾ അവരും എൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. അവരെ ഞാൻ ഒത്തിരി കാര്യം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ പഠിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഒട്ടും നിർപ്പിക്കുന്നില്ല. പുറത്ത് ഇരിക്കുന്ന ചായ തണുത്ത് കാണും, എന്നാലും നമുക്ക് കുടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. നേരത്തെ ഇറങ്ങി പോയിട്ട് ചായ കൊടുക്കണമെന്ന് നീ പറഞ്ഞിരുന്നു, കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് നിരാശ തോന്നി, കുറച്ച് നേരം കൂടി ഇരിക്കാവുന്ന കുഴപ്പമില്ല. ഞാൻ ഈ ബുക്കിനകത്ത് എഴുതിയത് 1-2 സ്ഥലത്തൊക്കെ എനിക്ക് ഇച്ചിരി പൊടുക്കുന്നെങ്കിലും വെച്ചാലോന്ന് തോന്നി. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ജോസുകുട്ടിയും ബിജുവും ഒക്കെ ചോദിക്കും, സാർ എന്തിനാ നുണ എഴുതി വെച്ചാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ അതിനകത്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 99% പരാജയപ്പെടുകയും 1% മാത്രം വിജയിക്കുകയും ചെയ്ത എല്ലാ സയൻറ്റിസ്റ്റുകളെയും പോലെ തന്നെയാണ് എൻ്റെ യാത്രകൾ. 99% ഞാൻ എഴുതിയിട്ടില്ല. അതെല്ലാം ഞാൻ പരാജയപ്പെട്ട യാത്രകൾ തന്നെയാണ്. എപ്പോഴും വിജയങ്ങൾ മാത്രമേ ഏത് എക്സ്പേർട്ടും പുറത്ത് പറയുള്ളൂ.
പുറത്ത് കാണിക്കുകയുള്ളൂ. അപ്പം ഞാൻ വിജയിച്ച കഥകൾ 1% മാത്രമേ ഞാൻ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ളൂ. അത് എഴുതിയത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു നിരാശ കൂടാതെ, ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റും ഇല്ലാതെ, സ്ഥിര ഉത്സാഹത്തോടു കൂടി, താല്പര്യത്തോടു കൂടി റിസർച്ച് ചെയ്യാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു പ്രചോദനം മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളുന്നു. പിന്നെ ഇങ്ങനെ നിറഞ്ഞ് നിന്ന് കളിച്ചപ്പോഴത്തെ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം തോന്നും. അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിക്കൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്നെ ഒരു ഗുരുവായിട്ട് അംഗീകരിച്ച എൻ്റെ റിസർച്ച് ഫെലോസിന് തന്നെയാണ്. അതൊരു വലിയ ഒരു ചരിത്രം തന്നെയാണ്. ഒരു വേവലെങ്തിലേക്ക് ഗൈഡും സ്റ്റുഡൻറ്റും എത്തുന്നിടത്താണ് ശരിയായിട്ടുള്ള PhD വർക്ക് പിറക്കുന്നത്. ഒരേ വേവലെങ്തിലേക്ക്. അതൊരു സാധാരണഗതിയിൽ അസാധാരണമായ ഒരു കാര്യമാണ്. ഗൈഡ് ചിന്തിക്കുന്ന വേവലെങ്തിലേക്ക് റിസർച്ച് സ്റ്റുഡൻറ്റും കൂടെ എത്തുമ്പോഴാണ് ഒരു തീസിസ് പിറക്കുന്നത്. അങ്ങനെ പിറക്കുന്ന തീസിസ് മാത്രമേ പിൽക്കാലത്ത് തിയറിയായി മാറുന്നു. ബാക്കിയുള്ളതൊക്കെ ഹൈപ്പോത്തീസിസ് മാത്രമായിട്ട് ശേഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആബ്സൻസ് കാണിച്ച എൻ്റെ കുടുംബത്തോട് തന്നെയാണ്. എനിക്കറിയാം, ഞാൻ വളരെ കാര്യത്തിൽ വളരെ ഒരു എന്താണ് എനിക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഭർത്താവായിട്ടോ നല്ല അപ്പനായിട്ടോ എനിക്ക് എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ ദഹിക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ പൊട്ടിത്തെറിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മൂഡിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും പറയുന്നത്, അതെ കപ്പളങ്ങ കൊത്തി തരുവാവും. അപ്പം ഞാൻ പറയും, അത് പറയാൻ വാക്കുകളില്ല. അങ്ങനെ ഒരു മൂഡിലാണ്. പക്ഷെ അതെല്ലാം സഹിച്ച് ഇപ്പോഴും ഡൈവേഴ്സ് വാങ്ങിപ്പോകാതെ ജീവിക്കുന്ന എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോടൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ ഒട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഭർത്താവ് ചെയ്യേണ്ട കടമയുടെ ഒരു 99% ഞാൻ ചെയ്തിട്ടില്ല. എങ്ങനെ എൻ്റെ മക്കൾ നന്നായിട്ട് വളരുമെന്ന് എനിക്കിപ്പോഴും ആശങ്കയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ യാതൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ലവ് എന്ന് വിളിക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നുണ്ട്. ശരി, വളരെ ബെസ്റ്റ്.